ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം 3 മാസം മുമ്പ് പറഞ്ഞ കാര്യം. അത് എത്ര പേർക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഓർമ്മ ഇത് വിട്ടുപോയി. 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പ്രാർത്ഥനയിലെ 3 ഘടകങ്ങളായി 3 ഘട്ടങ്ങളിലായി പ്രാർത്ഥന നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുമ്പോഴുള്ള വ്യവസ്ഥകൾ അതിനെപ്പറ്റി പ്രാരംഭമായിട്ട് ഓർപ്പിച്ചിരുന്നു. അത് ഒന്നുകൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ തുറന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13 യോഹന്നാൻ്റെ സുവിശേഷം 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എന്നിട്ട് 14-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. അഡീഷണലായി എടുത്ത് പറയുക. അതിൻ്റെ 15-ന്റെ 8-ാം വാക്യത്തിലേക്ക് ആ സുവിശേഷത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ 7-ാം വാക്യത്തിൽ വരുമ്പോൾ 15-ന്റെ 7 വരുമ്പോൾ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, അവിടെ പറയുന്ന എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും ഞാൻ പറഞ്ഞതല്ല. ലേഖനത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം അവിടെ വരുമ്പോൾ അതിൻ്റെ 3-ന്റെ 22-ാം വാക്യം വായിക്കാനായിട്ട് അവിടെ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 22-ാം വാക്യം പറയുന്നത്, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്, അതായത് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു, കർത്താവ് നേരിട്ട് തന്നെ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കും അത് ബാധകമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ പ്രാർത്ഥനകളൊക്കെ വഴി പോയാലുള്ള അവസ്ഥ ഞാൻ ആദ്യം പ്രസംഗിച്ചപ്പോൾ 2 ഭാഗമെടുത്ത് പറഞ്ഞിരുന്നു. ഒന്നാമത് വഴി ലഭിക്കുന്ന പ്രാർത്ഥന. താമസിച്ചു പോകും. ചില പ്രാർത്ഥനയ്ക്കൊക്കെ താമസം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ഭാഗം പറഞ്ഞിരുന്നത്, ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച ഒരു ഹന്നയുടെ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞിരുന്നത്. രണ്ടാമതായത് ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ലൂക്കോസിൽ, അതായത് സക്കറിയാ പുരോഹിതൻ്റെ ഭാര്യയായ എലിശബത്തിൻ്റെ ആ വിഷയത്തിൽ സക്കറിയാവ് പ്രാർത്ഥിച്ചു. വളരെ കാലം മുമ്പ് പ്രാർത്ഥിച്ചു. ദൂതൻ്റെ അടുത്ത് വന്ന് ദൂതം കാണിക്കുന്ന സമയത്ത്, സക്കറിയാവേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞ് അവിടെ എഴുതി ഇവിടെ എഴുതി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു കിടന്നാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ അത് കിട്ടുന്നത് വരെയും നിൻ്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, അതിന് ഉത്തരമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അതിന് എത്രയോ കാലം മുമ്പ് പ്രാർത്ഥിച്ചതായിരിക്കാം, വഴിയാണ് അതിന് ഉത്തരം ലഭിക്കുന്നത്. എത്ര കാലം മുമ്പ് പ്രാർത്ഥിച്ചതായിരിക്കാം, അതിന് വഴിയാണ് ഉത്തരം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽ വരുത്തിയാണ്. അങ്ങനെ വഴി ലഭിക്കുന്നതായ ആ പ്രാർത്ഥനയുടെ വിഷയം നമ്മൾ ചിന്തിക്കണം. വഴി അത് മാത്രമല്ല, അനേക പ്രാർത്ഥനകൾ അവിടെ വഴിക്ക് ഉത്തരം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് വഴികളൊന്നുമില്ല. ഇന്ന് പറയാൻ പോണ കാര്യം ഇനി 3 മാസം ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ് വരാത്തവർക്കും കൂടി അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. തുടർന്നുള്ള ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥനകളെക്കുറിച്ച് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുക, നാളെ എന്നില്ല, അത് ആ സമയം തന്നെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെന്തിനാണ് ഡിവൈഡ് ചെയ്ത് ഈ പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പ്രാർത്ഥിക്കും, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കും, അതൊന്നും നടക്കാൻ പോകില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യാനാണ്.
പെട്ടെന്ന് കിട്ടിയാലും അത് ഗുണമാണ്, വഴി പോയാലും ഗുണമാണ്, കിട്ടിയില്ലെങ്കിലോ നിരാശയാണ്. അത് ഞാൻ അവസാനം പറയാം, കാരണം വെച്ചാൽ സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥനയുടെ സമയത്ത് പറയും. പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാം. അതായത് പെട്ടെന്ന് മറുപടി ലഭിക്കുന്നതായ ചില പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ൻ്റെ 20-ൻ്റെ 3 മുതലുള്ള ഭാഗങ്ങൾ 2 മുതൽ വായിക്കാം. ഇവിടെ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. എപ്പോഴാ? അതെ, ആ കാലത്ത് ഹിസ്കിയാവിന്, അതിൻ്റെ ആദ്യ ഭാഗം, ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് പറയുകയാണ്. നോക്കണേ, എന്തൊരു പ്രതിഭാസമാണെന്ന് നോക്കുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ, അപ്പോൾ രോഗം പിടിച്ചു കിടന്നു പറയണ്ടേ, പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു അതിശയമായിട്ട് ഇപ്പോൾ ഹിസ്കിയാവും വിചാരിക്കേണ്ട, ഞാനും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, രോഗം പിടിച്ചു കൊടുക്കുകയല്ലേ എന്ന് വിചാരിക്കാം. പക്ഷേ ഹിസ്കിയാവ് മരിക്കേണ്ട സമയമായിട്ടില്ല. ഇവിടെ നോക്കുക, മരിച്ചു പോകും. അന്നേരം ഹിസ്കിയാവ് എന്താ ചെയ്തത്? നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുമരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താ ചെയ്ത്? യഹോവയോട് പ്രാർത്ഥിച്ചു. എന്നിട്ടോ, അയ്യോ യഹോവേ, അയ്യോ എന്നുള്ള ആ വലിയ ആ ശബ്ദത്തിൽ ഒരു പ്രത്യേകത, മരണമൊഴി അടുത്തു, ആ മരണത്തിൻ്റെ ശബ്ദം. അല്ലാണ്ട് എളുപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് രീതിയിലാണ് അയ്യോ എന്നുള്ള ആ ഒരു അയ്യമ്പിളിയോട് കൂടിയാണ്, ഒരു നിലവിളിയോട് കൂടിയാണ്. ഇവിടെ സാറ് രാവിലെ ഓർപ്പിച്ചു, കണ്ണുനീരില്ലെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കില്ല എന്നങ്ങ് പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, അതങ്ങനെ അങ്ങ് തീർത്തു. അങ്ങനെ അച്ചടീയമായി നിങ്ങൾ എടുക്കരുത്. കണ്ണുനീരെന്തിനെ കാണിക്കുന്നു? നമ്മളുടെ വ്യസനത്തെ കാണിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള ആ വലിയ വേദനയെ കാണിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ കണ്ണീര് വന്നോളെന്ന് പറഞ്ഞല്ല, കുറച്ച് ഉള്ളി കയ്യിൽ വെച്ച് കൊണ്ടുവന്നാൽ കണ്ണീര് വരെ. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും കണ്ണീര് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചില സീരിയലിലും ചിലപ്പോൾ ഉള്ളത് പറയുകയാണ്, ഇതിലൂടെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ കരയണം. അങ്ങനെ കരയണമെങ്കിൽ അത് നമുക്കുള്ളിൽ തട്ടിയുള്ള ഒരു വേദന വന്നെങ്കിൽ നമുക്ക് തന്നെ വരണം എന്നാണ്. ഏത് ഒരു സംഭവം നമുക്ക് തന്നെ വേദനയായിട്ട് വരണം. സഭ എന്ന് പറയുമ്പോൾ നാം ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ടാണ് സാർ അത് പറയാൻ കാരണം. ഇവിടെ നോക്കും, ഞാൻ ഇതിലേക്ക് ഇനി കടക്കല്ല. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഹിസ്കിയാ രാജാവിൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ, ഹിസ്കിയാ രാജാവ് ആരാണ്? ഇസ്രായേലിൽ ഭരണകൂടത്തിലിരുന്ന സർവ്വരാജാക്കന്മാരിലും വെച്ച് ശ്രേഷ്ഠനായ ഒരു രാജാവാണ്. ഇതിക്ക് മുമ്പും പിമ്പും ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. എന്താ കാരണം? നമ്മൾ ഈ ഭരണം വരുമ്പോൾ ഓരോ നല്ല ഭരണം ചെയ്തവരെ നമ്മൾ പറയില്ല, അവർ ഭരിച്ച അത്രയും പിന്നീടുള്ളവരുടെ ഭരണം നല്ലതല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കൂ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച്, ദൈവത്തോട് കൂടെ നിന്ന ഒരു രാജാവെന്ന് പറയാൻ ഈ ഹിസ്കിയാ രാജാവിനോളം പറ്റില്ല എന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രാജാവിനോട് ഇങ്ങനെ പറയണമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അത് പറയാൻ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ട് ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോളം പറഞ്ഞ് അങ്ങനെ ഒരു കാരണവശാലും ദൈവം വിടില്ല. അത് തന്നെയാണ്. ദൈവം വിടാതിരിക്കാൻ എന്തെങ്കിലും ചെറിയ കാരണമുണ്ടെങ്കിലും അത് അവിടെ ഈ ഹിസ്കിയാവിൻ്റെ മരണത്തിന് കാരണം വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞെന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ചില സംഭവങ്ങളൊക്കെ അവിടെ ചിലർ പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്, ബൈബിളിലൊന്നുമില്ല. ഇവിടെ നോക്കൂ, ഹിസ്കിയാ രാജാവ് ചെയ്ത ശ്രേഷ്ഠതകൾ 18-ാം അധ്യായത്തിലേക്ക്, ഈ പറഞ്ഞ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ വായിക്കാം. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോസയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആകാശിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അതായത് ആ രാജാവിൻ്റെ കാര്യം പറയണത്, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരമാണ്. ഇപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതാണ് വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് വായിക്കണം. 29 സംവത്സരം യെരുശലേമിൽ വാണ ഒരു നല്ല ഭക്തനും അത് ദൈവത്തോട് കൂടെ നടന്നവനുമായ ഒരു രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
അവൻ തൻ്റെ പിതാവ് ആയ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എന്നിട്ട് അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങൾ തകർത്തു, അശേര പ്രതിഷ്ഠ വെട്ടിമുറിച്ചു. പിന്നെ ചെയ്ത ഒരു കാര്യം, മോശം ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ, അതായത് പിച്ചള സർപ്പത്തെ, അത് നെഗുഷ്ടാൻ എന്ന പേരിൽ ആ കാലം കഴിഞ്ഞതിന് ശേഷവും ഇസ്രായേൽ ജനം ദൈവം കൊളുത്തിയും ആരാധിച്ചും പോന്നതായ ആ താമ്ര സർപ്പത്തെയും വെട്ടിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞു. നോക്കുക, അതുകൊണ്ടാണ് ചില ആലോചനകൾ, ചില ഭക്തന്മാർ പറയുന്ന കാര്യമുണ്ടോ, അതങ്ങനെ ചെയ്തുകൊണ്ടാകാം, ഇതങ്ങനെ ആരാധിച്ചു പോകുന്നതല്ലേ, അങ്ങനെ ആരാധിച്ചു പോകുന്നതിലാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. എങ്കിലും അത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അതിനെയും ഇത് തകർത്തോടുകൂടി തകർത്ത് കളഞ്ഞു. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ ഹിസ്കിയാവിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കടന്നു വരാതിരിക്കാം. ഏതായാലും തകർത്തപ്പോൾ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ, വിഗ്രഹം പാടില്ല, അതാണല്ലോ അതിൻ്റെ സത്യം. മൊത്തം എടുത്തു കളഞ്ഞു. എന്നാൽ ഹിസ്കിയാവിനോട് അതിന് ശേഷം വരുമ്പോൾ 19-20 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. നീ എളുപ്പം മരിച്ചു പോകുന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം അങ്ങനെ കുടുങ്ങിയേക്കാമെങ്കിലും അത് കാരണമല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം അവിടെ ദൈവത്തിന് അത് കൊള്ളാവുന്ന ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ആരാധന അവിടെ സുഗമമാക്കി കൊടുക്കുക എന്നുള്ളത് രാജാവിൻ്റെ കർത്തവ്യമായിരുന്നു. രാജാവ് അത് ചെയ്തു. രാജാവ് ആ ബിംബത്തിൽ ആരാധിക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. യഹോവയോടൊത്ത് നിന്നു, ചേർന്ന് നിന്നു. യഹോവയ്ക്ക് അനിഷ്ടമായതുകളൊക്കെ നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു രാജാവാണ് ഹിസ്കിയ രാജാവ്. ഈ ഹിസ്കിയ രാജാവിനോടാണ് പറയുന്നത്, നീ എളുപ്പം മരിച്ചു പോകും, നിൻ്റെ ഗ്രഹം ഇവിടെ ഇരിക്കുന്നവരോട് ഇപ്പോൾ അത് പറഞ്ഞാലേ എളുപ്പം മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാൻ പോണത്? വരുമ്പോലെ കാണാമെന്ന് പറയും. അല്ലാതെ നമ്മളിപ്പോൾ എന്തായാലും ഹിസ്കിയാവ് അങ്ങനെ പറഞ്ഞില്ല. ഹിസ്കിയാവ് പെട്ടെന്ന്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോ, എനിക്ക് വിശ്വാസം, നമുക്കൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വസ്തതയില്ല. ഇവിടെയാണ് മാറ്റം. നമ്മളൊക്കെ യേശുക്രിസ്തു വിശ്വസിക്കുന്നു, ഇങ്ങനെ രക്ഷപ്പെടുമോ? രക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ആ രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും നമ്മളുടെ ജീവിതവുമായി തുലപ്പെടുത്തി നോക്കുമ്പോൾ അവിശ്വസ്തമായ കാര്യങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് വിശ്വാസം ഉള്ളതുപോലെ തന്നെ വിശ്വസ്തരായിരിക്കണം. ഇതെല്ലാം ബൈബിളിൽ തന്നെ പറയുന്ന കാര്യമാണ്. പ്രിയമുള്ളവർ, അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഹിസ്കിയാവ് പറയാണ്. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും പിന്നെ ഏകാഗ്ര ഹൃദയത്തോടും അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരു ഫലം കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്കുകളൊക്കെയും പിന്നെയും കടന്നു വരും. എന്നിട്ട് വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് എന്ത് ചെയ്തു? പ്രസാദമുള്ളത്, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. നമ്മൾ എത്ര പേര് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് അതിൻ്റെ പ്രത്യേകത. 3 കാര്യം, അതായത് ഹിസ്കിയാവ് പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുകയാണ്. പറഞ്ഞ ആളെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിക്കുക. ഇതെന്തൊരു മായാചാര. അവിടെ നോക്കുക, താഴേക്ക് വരുമ്പോൾ, എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പ് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ, കണ്ടോ, എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ, ആരോട് പറയണമെന്നാണ് പറയുന്നത്? ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവും പറയുകയോ ശിഷ്യന്മാരും പറയുന്നു. നമുക്കോ വിശ്വാസമില്ല. എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസമില്ലാത്തതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കുക, അപ്പോൾ പറയുകയാണ്, ഉണ്ടായതെന്തെന്നാൽ നീ മടങ്ങിച്ചെന്ന് അങ്ങനെ പറയണം. പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണ് നീ കണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് നോക്കുക, സാർ പറഞ്ഞപ്പോൾ ഞാൻ ആ രീതിയിൽ ആ കണ്ണുനീരോട് കൂടിയുള്ള ഒരു പ്രാർത്ഥന, ആ കണ്ണുനീര് കണ്ടു ദൈവം. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഹിസ്കിയാവിന് ആ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. എന്നിട്ടോ, നീ വീണ്ടും ആലയത്തിൽ പോകും, നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. നീ ഇപ്പം മരിച്ചു പോകുന്നു പറഞ്ഞല്ലേ, ഇപ്പം എന്താ ഉണ്ടായേക്കണേ? 15 സംവത്സരം ആ രാജാവിന് നീട്ടിക്കൊടുക്കുകയാണ്.
ആ നീട്ടിക്കൊടുത്ത സംവത്സരത്തിൽ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും കുറയുകയില്ല. എപ്പോൾ പറഞ്ഞു? ആ നിമിഷം മുതൽ 15 സംവത്സരം അത് ആകുന്നതിന് ഒരു നിമിഷം മുമ്പ് ഹിസ്കിയാവ് മരിക്കില്ല. അതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ മുമ്പ് ഡോക്ടർ പറയും ഒരാഴ്ച നിൽക്കുമെന്ന്. ചിലപ്പോൾ ഒരാഴ്ച എന്നുള്ള 7 കൊല്ലം ഇരുന്നാലും ചാവൂല. അപ്പോൾ ചിലത് ആ ഒരാഴ്ച നിൽക്കുന്ന പറഞ്ഞതിന് ഡോക്ടറെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ആൾ മരിക്കുകയും ചെയ്യും. അപ്പോൾ ആരുടെയും കയ്യിലല്ലപ്പാ നമ്മുടെ ജീവൻ നിൽക്കുന്നത്. ആരുടെ കയ്യിലാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മൾക്ക് അത് പറയാമെന്നല്ലാതെ അതുപോലെ ആകണമെന്നില്ല. ഇവിടെ ഹിസ്കിയാവിന് നീട്ടിക്കൊടുത്തു. നല്ല പ്രവർത്തി ചെയ്തതിന് ഒന്ന് ചെറുതായിട്ട് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല ഹിസ്കിയാവ്. വലിയ നീട്ടി ഉരുടിയൊന്നും പ്രാർത്ഥിക്കുക. നല്ല കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എല്ലാത്തിനും അങ്ങനെ ആ 2-3 കാര്യം ചെയ്ത കാര്യം നീ ഓർക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇവിടെ ഓർക്കാൻ, നമ്മൾ പറഞ്ഞതൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരാളുള്ളത് ആരാ? കർത്താവായ യേശു ക്രിസ്തു. കൂടെ ഇരിക്കുന്ന സഹോദരന്മാരോ തമ്മിലുള്ളവരോ മക്കളോ അമ്മയോ അപ്പനോ ആർക്കും പറ്റില്ല. നമ്മൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഓർമ്മയിൽ വയ്ക്കാൻ, അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അത് ഹിസ്കിയാ രാജാവിൻ്റെ ആ അവസ്ഥ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിച്ച ഒരു സംഭവമാണ്. നമുക്ക് പാട്ടിൻ്റെ ഒരു ലേശം പാടിയ കൊള്ളാമെന്നുണ്ട്. രോഗാക്ഷയയിലെനിക്കൻ ും കാലഗീതവുമായി രോഗാക്ഷയയിലെനിക്കൻ സഹായകനും കാലഗീതവുമായി നല്ല വൈദ്യനോ ഔഷധവുമൻ ആത്മസഖിയും അവൻ്റെ നല്ല വൈദ്യനോ ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ്റെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഇവിടെ 20-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ട് ആ ഭാഗത്തുനിന്ന് മാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹിസ്കിയാവ് യെശയ്യാവോട് യഹോവ എന്നെ സൗഖ്യം 7-ാം വാക്യം. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു, പരുവിന്മേലിട്ടു. അപ്പോൾ എന്തുണ്ടായിരുന്നു ഹിസ്കിയാവിന്? ശ്രദ്ധിക്കണം, ഹിസ്കിയാവിന് ഒരു പരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മരിക്കത്തക്ക രോഗമാണെന്ന് ഇതിലേക്ക് എന്തോ ആ സമയമാണ് പറയുന്നത്. അപ്പോൾ ഒരു പരുവുണ്ടായിരുന്നു, അത്തിപ്പഴക്കട ഉണ്ടെന്ന്. ഈ ചിലവർ പറയേ വിശ്വാസം ഉണ്ടെങ്കിൽ ചികിത്സയൊന്നും വേണ്ട. അവർ പറയുന്നിടത്ത് തന്നെ നിൽക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ ചികിത്സയൊന്നും വേണ്ട. പിന്നെ ആരും കാണാതെ ഡോക്ടറെ അടുത്ത് പോകാതിരിക്കുകയും ചെയ്യണം. വിശ്വാസം കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. വിശ്വാസം പറഞ്ഞു പാമ്പ് കടിച്ച ആൾ മരിക്കുന്നവരും വിശ്വാസം പറഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസം കാറ്റി പറഞ്ഞു. പ്രിയമുള്ളവരെ, രോഗിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, എരികോവിൽ കൂടെ കടന്നുപോയി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യന് വീഞ്ഞും എണ്ണയും പകർന്നു. നമുക്കറിയാം വീഞ്ഞ് എന്താണെന്നും എണ്ണ എന്താണെന്നും. അത് ഒരു ഔഷധമായിട്ടാണ് കാണുന്നത്. എണ്ണ പൂശി തൈലം പൂശി സൗഖ്യപ്പെടുത്തുവാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട്, നിൻ്റെ അജീർണതയും ക്ഷീണവും മാറാൻ അല്പം അതുവരെ പറയപ്പെടുമെങ്കിലും വീഞ്ഞ് പറയാൻ കൊള്ളുന്ന വീഞ്ഞായിരിക്കണം. വേറെ എന്തെങ്കിലും പോയി കടിച്ചു പിടിച്ച് കഴിച്ചു അത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക ഒരു പെർമിഷൻ പൗലോസ് ആർക്ക് കൊടുക്കുകയാണ്? അദ്ദേഹം ഓടി നടന്ന്
വളരെ സുവിശേഷ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വയറിൻ്റെ ഒരു അസ്വസ്ഥത മാറുന്നതിന് അതിങ്ങനെ കഴിച്ച് നോക്കുന്ന ഒരു അത് ഒരു ഇതായിട്ടല്ല, ഒരു അഡ്വൈസായിട്ടൊന്ന് പറഞ്ഞു പോകുന്നു പ്രിയമുള്ളവർ. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അതായത് എണ്ണ എന്ന് പറയുമ്പോൾ ഒലിവിൻ്റെ എണ്ണ. ഒലിവിൻ്റെ എണ്ണയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു വരുമ്പോൾ 108 തരം വ്യാധികളെ അകറ്റുവാനുള്ള ശക്തി ആ ഒലിവിൻ്റെ എണ്ണയ്ക്കുണ്ട്. ഇപ്പോൾ ഒലിവിൻ്റെ എണ്ണ എന്നും പറഞ്ഞിട്ട് തേങ്ങയുടെ എണ്ണ എടുത്തിട്ടാണ് പരിപാടി മുഴുവൻ വീശിച്ചത്. അതുപോലെ വെള്ളം ഊതിയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്തിനാ ചെയ്യണത്? പറഞ്ഞ് പിന്നെ എണ്ണ കൊണ്ടുപോയിട്ടും പിന്നെ വെള്ളം കൊണ്ടുപോയിട്ട് ഈ തളുപ്പും വെളുപ്പും ഒക്കെ നടത്തണ്ടോ, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് വിശ്വാസത്താൽ ഓരോരുത്തർ പ്രാപിക്കുകയാണെന്ന് പറഞ്ഞു, പ്രാപിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒന്ന് മാത്രമേ പറയുള്ളൂ, അത് വിശ്വാസികൾക്ക് ഡോക്ടർമാരെ കാണാൻ പാടില്ല, രോഗത്തെ മാറ്റാൻ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു ഉപദേശം സ്ഥാപിപ്പാൻ ബൈബിളിൽ നിർദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണയും വേണ്ട, കുഴമ്പും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ പരുമേൽ അത്തിക്കഴപ്പട്ടി ഇരണ്ട, ഒരു കട്ടയുണ്ട്. ഒരു കാര്യം ഞാൻ അവിടെ കൂടെ അവസാനിപ്പിക്കുക, കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമയം മുഴുവനുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കാം, എന്താണ് അവിടെ പറയുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിച്ചു ലൂക്കോസ് 23 41, 42 വേദഭാഗം നമുക്ക് നോക്കാം, ചിന്തിക്കാം. 41, 42 അവിടെ പറയുകയാണ്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, അതായത് യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇവിടെ നോക്കുക, കള്ളൻ്റെ ഒരു അപേക്ഷയാണ്, കള്ളൻ്റെ ഒരു യാചനയാണ്. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം കേട്ടോ എന്ന് പറയുന്നത്. കിടപ്പ് എവിടെയാ? കിടപ്പ് സമചിട്ടാവിധിയിൽ കിടക്കുമ്പോഴാണ്, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഒരു പക്ഷേയെങ്കിലും 2 കള്ളന്മാരും പഴിച്ചു പറഞ്ഞിരിക്കാം. 2 കള്ളന്മാരാണ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇടതും വലതും വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണേ, എന്നാൽ ആ ക്രൂശിക്കുന്ന സമയത്ത് അവർക്കടെ ശിക്ഷയിൽ ആ ക്രൂശിച്ചെങ്കിലും യേശു ക്രിസ്തുവിനെ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്തിട്ടില്ല. എന്നാൽ ഒരേ സമമായ അവസ്ഥയിലേക്കാണ്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, ആ വേദന കൊണ്ട് പുളയുമ്പോഴും ഒരു കാര്യവും ആ ഒരു കള്ളനെ വെളിപ്പെട്ടു എന്നുള്ളതാണ്. യാഥാർത്ഥ്യം വെളിപ്പെട്ടു. അതുകൊണ്ടാണ് മുമ്പേ അതാ പറയുന്നത് 41 വരുമ്പോൾ, അല്ല 40 പറയുമ്പോൾ, മറ്റവനോ അവനെ ശാസിക്കുകയാണ്. നമ്മൾ സമചിട്ടാവധിയിൽപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവനോ ഒന്നും ചെയ്യാത്ത മനുഷ്യൻ, ഒരു കള്ളത്തരവും ഇല്ലാത്ത മനുഷ്യൻ. നമ്മൾ കക്കാനും അല്ലാത്ത തോന്നിവാസത്തിലൊക്കെ നടന്ന മനുഷ്യരാണ്. നമുക്കിത് ലഭിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അത് അറിയിക്കുന്നതാണ്. എന്നാൽ ഈ അറിയിക്കാത്തതായ ഒരു യേശു ക്രിസ്തു അത് ക്രൂശിൽ ആയിരിക്കുകയാണ്. ഓർക്കുക. അപ്പം എന്തോ ഒരു സാധാരണക്കാരനല്ല അവിടെ കിടക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? വേദന കൊണ്ട് പുളയുന്ന ആ കള്ളന് മനസ്സിലായെങ്കിൽ ഇന്നുണ്ടല്ലോ ആരോഗ്യത്തോടെ നടക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടുമല്ല, ആരോഗ്യത്തോടെ നടക്കുന്നത് കൊണ്ട്. ഈ കള്ളൻ അവിടെ എന്നിട്ട് പറയുന്ന ഒരു യാചനയാണല്ലോ അവിടെ നോക്കുക. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നാളെ ആക്കിയില്ല യാചനയ്ക്ക് മറുപടി, മറ്റന്നാളാക്കിയില്ല. ശരി, ഞാൻ ഇനി മടങ്ങി വരുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞില്ല. അത് പിന്നൊരു കാലത്തേക്ക് ആവട്ടെ എന്ന് പറഞ്ഞില്ല. ഒരു സെക്കൻഡ് അവൻ്റെ വാമൊഴി കഴിയുമ്പോൾ ക്രൂശിലെ 7 മൊഴികളിൽ അത് 2ാമത്തെ മൊഴിയായ യേശു ക്രിസ്തുവിൻ്റെ മൊഴിയാണ് ഈ കള്ളനോട് പറയുന്നത്. ശ്രദ്ധിക്കപ്പെടണം. അവിടെ പറയുകയാണ്, അത് 42 വായിക്കുമ്പോൾ 43 പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലിരിക്കും എന്ന് സത്യമായി നിന്നോട് പറയുന്നു എന്ന്. എത്ര ദിവസം കഴിയും പ്രാർത്ഥനയ്ക്ക്? അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി. അതായത് നാളെ എന്നല്ല,
പിന്നെയൊന്നല്ല, വൈകുന്നേരം ആവട്ടെ ആലോചിക്കാമെന്ന് പറഞ്ഞില്ല. ഇവിടെയുള്ളവരോട് പറയുമ്പോലും ഒന്നല്ല, അങ്ങനെയൊന്നുമല്ല, അപ്പം തന്നെ മറുപടിയാണ് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, പർദീസ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മുമ്പുണ്ടായിരുന്ന അവസ്ഥ, അബ്രഹാമിൻ്റെ മടി എന്നൊക്കെയാണല്ലോ ചേട്ടിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ എല്ലാം സമാനമായ ചിന്താഗതികളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ പർദീസയിലേക്കാണ് ഇവനെ ഇരുത്തുമെന്ന് കർത്താവ് പറയുന്നത്. നോക്കുക, ആ കള്ളൻ എന്നിട്ട് ചിലർ വലിയ കാര്യത്തിൽ പറഞ്ഞ് കള്ളൻ അടിച്ചുകൊണ്ട് പോയി. എന്നെ അടിച്ചുകൊണ്ട് പോയി, അവൻ്റെ പോക്കറ്റിൽ നിന്ന് 10,000 കട്ടുകൊണ്ട് പോയി. അവൻ്റെ പാർസൽ കെട്ടി കഴിഞ്ഞാൽ തോന്നും കള്ളൻ അടിച്ചു മാറ്റി സ്വർഗരാജു. എവിടെ സ്വർഗരാജു അടിച്ചു തന്നെ? നോക്ക്, അതെ, കള്ളന് കിട്ടിയ കൃപയൊന്ന് വേറെ. ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ആരും രക്ഷയുടെ ഒരു ഭാഗമായി ചിത്രീകരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ ആ ലോകപ്രകാരം ജീവിച്ച ഒരു വ്യക്തി ആയിരിക്കാം, പക്ഷേ ആ ഭവനത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പോകുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് അത് പറയാമെങ്കിലും അത് ഒരിക്കലും സ്ഥാപിക്കപ്പെട്ട ഉപദേശമല്ല. ചിലർ അങ്ങനെ കാണുന്നുണ്ട്. ചിലർ പിന്നെ സ്നാനപ്രകാരം വരുമ്പോൾ പിന്നെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അവസാനം പറഞ്ഞാൽ മതിയല്ലോ എന്നാ കള്ളം കുറിച്ച് കയറിയവർ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അത് തോന്നും അവൻ്റെയൊക്കെ വർത്തമാനം കേട്ട. എന്തായാലും പ്രിയമുള്ളവർ, ഇത് ഒരു ഉപദേശമല്ല, ഇതൊരു സംഭവം. അത് അപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ്. കള്ളന് താഴേക്ക് ഇറങ്ങി വരാൻ കഴിയില്ലല്ലോ. ഏതായാലും അവൻ മാനസാന്തരപ്പെട്ടല്ലോ, അവൻ്റെ ഹൃദയം അത് യേശുവിനായി തീർന്നല്ലോ. അപ്പോൾ പിന്നെ യേശുവിനോട് കൂടി ഇരിക്കാനുള്ള ആ താല്പര്യം വെച്ച് അതുപോലെ അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ നോക്കുക, പ്രാർത്ഥനയ്ക്ക് എത്രയും പെട്ടെന്ന് മറുപടിയാണ്. ഹിസ്കിയാ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. അതുപോലെ തന്നെ ഈ കള്ളൻ്റെ യാതനയിൽ ഉടൻ തന്നെ മറുപടി കിട്ടി എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്കും കൂടി കടന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ സമയം എടുത്ത് ഒന്നുമില്ല. ഇവിടെ പാട്ടുകാരൻ പാടുമ്പോൾ നമുക്കറിയാം കള്ളൻ്റെ യാതന കേട്ടുള്ള ആ ഒരു പാട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രവേ, എൻ യാചന നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുള്ള എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, ഉള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. കള്ളൻ്റെ പ്രാർത്ഥന കേട്ടുള്ള ഞാനിൻ, കള്ളൻ്റെ തുല്യമില്ലാതെ നല്ലവനെ നല്ലവനെ സദയം. അടുത്തത് നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം എടുക്കാം. 12-ന്റെ 6-ാം വാക്യം 5-ാം വാക്യം ഒന്ന് വായിക്കാം. 5 വായിച്ചാലും മതി. 5 അവിടെ പറയുന്നത് ഇതാണ്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ സഹോദരൻ യാക്കോബിനെ കഴുത്തറുത്ത് ഛേദിക്കപ്പെട്ടതായ ഹെരോദാവ് കൈ ചൂണ്ടുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ആ തല ഛേദിക്കപ്പെട്ടതായ വിഷയമൊക്കെ അറിഞ്ഞ പത്രോസ് അവിടെ പത്രോസിനെ തടവിലാക്കാൻ, കുറിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് വരുന്നത്, തടവിലാക്കാൻ കൽപ്പിച്ചിരിക്കുക. കയ്യോടെ തീർന്നേനെ അത് തീർക്കാണ്ട് തടവിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പത്രോസിനെ 4 ചേവകരുള്ള പടയാളികളെ വെച്ചുകൊണ്ട് കാവലിൽ കിടത്തിയിരിക്കുക ജയിലറയിലും. അവിടെ എത്ര പടയാളികളുണ്ട്? 16 പടയാളികളുടെ മധ്യത്തിൽ പത്രോസ് സുഖമായിട്ട് കിടന്നു.
ഒരു പക്ഷേ എനിക്ക് തോന്നണേ ഈ പത്രോസിനെ പിടിച്ചപ്പോൾ മുതൽ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ എന്ന് പറയും, ഇങ്ങനെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും സഭയുടെ ആ പ്രാർത്ഥനയും അത് ഫലം ചെയ്തു കാണും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ചെയ്തു കാണുമല്ല, ഈ ഉറക്കത്തിന് കാരണം അതിൽ പറഞ്ഞതാണ്. സഭയുടെ പ്രാർത്ഥനയും തന്നെ ഈ സേവകരുടെ ഇടയിൽ കിടന്ന് ഈ സഹോദരനെ ഇത് ചെയ്തതും ഒക്കെ അറിയാവുന്ന പത്രോസിനെ പിടിച്ചിട്ട് നമ്മളാണ് ഈ അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒത്തിരി പിന്നെ ഇത് പറയണി തന്നെ വിശ്വസിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ പരമാവധി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ 100% വിശ്വസിക്കുക എന്നുള്ള ഒരു പോയിൻ്റ് മാറിപ്പോകരുത്. ഫുള്ളായിട്ടും വിശ്വസിക്കണം. അവിടെ പിന്നെ നെല്ലടയ്ക്ക് വ്യത്യാസപ്പെട്ട് നമ്മൾ വിശ്വാസം കൊണ്ട് നടക്കരുത്. അങ്ങനത്തെ വിശ്വാസമാണ് കാറ്റിൽ പാറിപ്പോണത്. അങ്ങനെയൊക്കെ പത്രോസിന് പ്രാരംഭത്തിൽ അത് സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പത്രോസ് നോക്കുക, യോഹന്നാൻ 21 തമ്മിത്താർ കഴിഞ്ഞ ആഴ്ചയാണ്, അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് അത് വായിച്ചു പോയിരുന്നു. 21 പത്രോസിനോട് ഏറ്റുപറയിപ്പിക്കുന്നതായ ആ ഒരു സാഹചര്യം കാണുന്നുണ്ട്. 21 അവസാന ഭാഗത്ത് വരുമ്പോൾ നീ വിഷയനെ ഓർപ്പിക്കാം. നീ വയസ്സനായ ചേട്ടമോ നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. വയസ്സനായ ചേട്ടമോ. പത്രോസിന് വലിയ ഇപ്പോൾ ഈ പിടിച്ച സമയത്തൊന്നും വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പത്രോസിന് ഒരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് പറഞ്ഞത് എന്നോട് വയസ്സനായ ചേട്ടൻ കണ്ണൊന്നും കാണാൻ പറ്റാത്ത സമയമാവുക അരകെട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും, വലിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ യുവന്മാർ പിടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യാനാണ്? എന്നെ ഒരു ലുക്കും ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ആ വചനം പത്രോസിനെ പ്രബലപ്പെടുത്തി കാണാം, ബലപ്പെടുത്തി കാണാം. പത്രോസ് ഉറങ്ങുക. ഇപ്പം എന്താ ചെയ്യണേ? ഇപ്പം ഇതിൻ്റെ അകത്തും ചിലർ അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അത് ആ കാരണം കൊണ്ടല്ല കേട്ടോ. അത് ക്ഷീണിച്ച് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ഉറങ്ങുന്നവരെ തെറ്റ് പറയില്ല ഞാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരാശ്വാസത്തിൻ്റെ വചനവുമാണ്, അപ്പോൾ തന്നെ ഒരാശ്വാസവുമാണ്. ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, കേൾക്കുന്നവർ കേട്ടോ, അതാനുഗ്രഹമെങ്കിൽ അത് ഇതെങ്കിൽ ഇത്. പ്രിയമുള്ളവർ, ഇവിടെ പത്രോസ് കിടന്നുറങ്ങുകയാണ്. പത്രോസിൻ്റെ ആ ഉറക്കം തന്നെ നമുക്കറിയാം. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ പത്രോസിനെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനെ അവിടെ വിടുവിക്കുന്നതായിട്ട് 1-ാം കാവലും 2-ാം കാവലൊക്കെ കടന്ന് ദൂതന്മാർ കടത്തി പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം വാക്യം പറയുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നാമത് സഭ പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വലിയോട് സഭ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും വീട്ടിൽ പോയാൽ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. സഭ ഒരുമിച്ചിരുന്ന് അതൊരു പ്രത്യേക സാഹചര്യം കൂടിയാണ്. എന്നിട്ടോ പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടെ ആയിരുന്നു പ്രാർത്ഥന. രണ്ടാമത് ആ പ്രാർത്ഥന കഴിച്ചത് ആരോടാണ്? മറിയത്തോടും എവിടെയോ കിടക്കുന്നവരോടൊക്കെ ആണ് പ്രാർത്ഥിച്ചത്? അല്ല, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. ഈ പ്രാർത്ഥനയുടെ കേന്ദ്രബിന്ദു ദൈവമാണ്. അത് ആര് മുഖാന്തരമാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. അങ്ങനെ പ്രാർത്ഥന കഴിച്ച് പോരുകയാണ് സഭ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞോ ഉള്ളത് എന്താണ്? അത് നമുക്കറിയാം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് പ്രാർത്ഥന കഴിച്ചു പോന്നു. അത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 9-ാം വാക്യം വരുമ്പോൾ ദൂതൻ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന 8-ാം വാക്യത്തിൽ ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് ദൂതൻ പറയുന്നു. അവൻ അത് അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതയ്ക്കുക, എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നത് പോലെ, അത് നമ്മളും കാണില്ല ഉറക്കത്തിൽ. ചിലപ്പോൾ ദർശനം കാണണം, മൂത്രമൊഴിക്കാൻ നമ്മൾ ജനിച്ചു വല്ലയിടത്ത് പോയി ഇടിച്ചു കഴിയുമ്പോഴാണ്, വിദ്യയിൽ ഇടിച്ചു കഴിയുമ്പോഴാണ് അയ്യോ ഞാനിപ്പോൾ അത് വിചാരിച്ചാണോ പോകുന്നത്? അല്ല, എടിച്ചത് നമ്മൾ നമ്മൾ ഈ ഉറക്കത്തിൽ അടിച്ച് നടക്കുക. അതോ ഭാര്യയൊക്കെ ആയിരിക്കാം, എങ്ങനെ ആയിക്കൊള്ളട്ടെ. ഈ ഒരു ദർശനം കാണുന്നത് പോലെ അത് 1-ാം കാവൽ തുറന്നു കൊടുക്കുന്നു, 2-ാം കാവൽ തുറന്നു കൊടുക്കുന്നു. അത് നീ പോരെ എന്ന് പറഞ്ഞ് മെല്ലെ കൊണ്ടുവരുന്നു വെച്ചാൽ നീ രക്ഷപ്പെട്ടോ. അപ്പോൾ ഒരു കാര്യം, അവിടെ നിന്ന് അങ്ങനെ പത്രോസിനെ പുറത്ത് കൊണ്ടുവന്നു. സഭ
ഐക്യം തന്നെ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ പിന്നീട് അത്രയും പെട്ടെന്നൊന്നും വിട്ടുകിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല, താഴ്ഭാഗത്തേക്ക് വരുമ്പോഴുണ്ട്. എന്തായാലും പ്രാർത്ഥന കേട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഉടനടി മറുപടിയും ലഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവർ, നമ്മൾ ആ പത്രോസിനെ അത് കൊണ്ടുവന്ന് പത്രോസ് പിന്നെ അവിടെ പോകുന്നുണ്ട്, വാതിലേൽ മുട്ടുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഹെരോദ എന്ന പെൺകുട്ടി വന്ന് അത് അയ്യോ അപ്പോൾ ഞെട്ടി കാണുമ്പോൾ പെൺകുട്ടി അത് പത്രോസ് അത് ഉള്ളിൽ പോയി ഓടിപ്പോയി അവർക്കായാലും വലിയ അപരാധി എത്ര പെട്ടെന്നോ ഇത് അതാണ് പെട്ടെന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ ചിലപ്പോൾ ചിലർ എനിക്കൊരു ഇതുണ്ടായി. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ വലിപ്പം പറയാൻ വേണ്ടി പറയാറ്. എൻ്റെ കുടുംബം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്ക് അനുഭവം വന്നപ്പോൾ മറ്റുള്ളവർക്ക് അനുഭവം വന്നു. മൊത്തത്തിൽ ചൂടാണെന്നുള്ള അറിയാം, മൊത്തത്തിൽ കാര്യങ്ങൾ അറിയുമ്പോഴല്ല. എൻ്റെ ആകെ 10,000-40,000 രൂപ കിട്ടുന്ന ആ വീടിരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കുരുമുളക് ഇതിൽ 10,000-40,000 രൂപ കിട്ടും. അതൊക്കെ ഉണങ്ങി ചുരുണ്ടുകൂടി അരിയൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങി. ചേട്ടാ ഭണ്ഡാരടങ്ങാനായിട്ട്. അപ്പോഴാണ് ഇത് ഉണക്കാണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം വല്ല കേടായിരിക്കുന്നു ചോദിക്കുക. കേടൊന്നുമല്ല, ഉണക്കൊണ്ട് പോകണത്. ഞാൻ അതിൻ്റെ വീട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറവുമില്ല. എന്തായാലും അപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവം ഒരു മഴ പെയ്തായിരുന്നെങ്കിലോ ഈ ബുദ്ധിമുട്ട് മാറിയനേലോ. ഒരു വട്ടം പ്രാർത്ഥിച്ചു, 2 വട്ടം പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു. ഈ വട്ടക്കണക്കൊക്കെ നിർത്തി. പിന്നെ ഈ നനയും കൂടെ തുടങ്ങി. കുറേ കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കും, ഇങ്ങനെയും അവസാനം വന്നു ഈ പ്രാർത്ഥനയൊന്നും കേൾക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഏരിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം എന്തിപ്പോൾ ജീവിച്ചിരിക്കേണ്ടില്ലായിരിക്കുമോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഏരിയാവ് പ്രാർത്ഥിച്ച് മഴ പെയ്തു എന്നാണല്ലോ നമ്മൾ പഠിക്കണേ. അത് അപ്പം ഇതെന്ത് ഇങ്ങനെ. അപ്പം നമ്മളുടെ സമയത്തിനും നേരത്തിനും അല്ല കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നത്. പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം അതാണ് അപ്രതീക്ഷിതമായി, പ്രതീക്ഷിക്കാത്ത സമയത്ത്, നനയാത്ത സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കരുതുന്ന ദൈവം ആ തക്ക സമയത്ത് ചെയ്യുന്ന പറയണേ. എൻ്റെ മുളകിൻ്റെ വാട്ടവും പോയി, എല്ലാം പോയി. ഞാൻ ഒരു വെള്ളം ഒഴിച്ചാൽ അത്ര ഒഴിക്കണത് ഒരു 20 വെള്ളം ഒരു കൊടിയുടെ കെട്ടി കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ഇടങ്കഴി വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കൊടിയുടെ കൊണ്ടുപോയി. അങ്ങനെ ഒഴിച്ചാൽ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ നിർത്തി. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം പറ്റില്ല എന്ന് വിചാരിച്ചു വന്നാലും പ്രാർത്ഥിക്കും. അത് മൊത്തത്തിൽ അവിടെ കിടക്കാനും പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെയും പറയും. അപ്പോഴാണ് കറക്റ്റ് 3 മണിക്ക്, അതായത് ഞാൻ ഒരിക്കലും 3 മണിക്ക് എണിക്കാറില്ല. കറക്റ്റ് 3 മണിക്ക് വല്ല ഇടിവെട്ടോ അല്ലെങ്കിൽ കാറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേട്ടിട്ടാണ് എനിക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും എണിക്കാൻ വഴിയില്ല. അപ്പോൾ ആ 3 മണിക്ക് ഞാൻ എണിക്കുകയാണ്. എണിച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് പെയ്ത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത പെയ്ത്. അതോ ആ 3 മണിക്കൊന്നും മഴ തന്നില്ല, 4 മണിക്ക് തന്നില്ല, 5 മണിക്ക് തന്നില്ല. വേനൽമഴ ഇത്രയും പെയ്യും. ഇപ്പോൾ എനിക്കും സംശയം ഇത്രയും പെയ്യും. മഴ കിട്ടിയപ്പോൾ ഇത്രയും പെയ്യുമെന്ന്. അവസാനം നേരം വെളുത്ത് 9 മണി വരെ ചാറിക്കൊണ്ടുവരുന്നു. പ്രിയമുള്ളവർ, ഏറ്റവും നല്ലൊരു മഴ കിട്ടി. അവിടെ എല്ലാത്തിനും വ്യത്യാസം വന്നു. കുരുമുളക് മഴ കിട്ടി അന്ന് തന്നെ നോക്കുമ്പോൾ കുരുമുളകൊക്കെ ഇലയൊക്കെ നൂറ് നല്ല അടിപൊളിയായി. അതാണ് ഈ മഴയ്ക്ക് മഴ വേണം. ഇവിടെ രാജ്യം ഭരിക്കുന്ന മോദി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ദൈവമുണ്ടെന്ന് സ്നേഹിക്കണം, ദൈവത്തെ അറിയണം. ദൈവമാണ് തൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. ഈ സൃഷ്ടാവ് ചെയ്തു വച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ സമയത്ത് അത് ചലിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി അതിലേക്ക് നമ്മൾ അഭയപ്രാപിക്കാനിടയായി തീരണം. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ കാവലും വിട്ടുപോകുന്നു. 16 സേവകരുടെ പണി കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അവിടെ അങ്ങനെ പോയ ആളെ പിന്നെ വെക്കുമോ? പത്രോസ് പോകേണ്ട വഴി വേറെ ഭാഗത്ത് പോയിട്ട് പിന്നെ പ്രസംഗിച്ചുകൊണ്ട് എടുക്കാം. പക്ഷേ ഇവിടെയോ സേവകർ 16 പേരുടെ പണി തീർന്നു. പ്രിയമുള്ളവരെ, അത് ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 3 വിഷയം നമ്മൾ ശ്രദ്ധിച്ചു. അനേക കാര്യങ്ങൾ പറയാണ്ട് പെട്ടെന്ന് മറുപടി കിട്ടിയിട്ടുള്ളത്. ഇനി ഏത് സമയത്ത് പ്രസംഗിക്കുകയാണെങ്കിലും ഇതിനെ പിന്തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളെക്കുറിച്ച്. അപ്പോൾ 3 കാര്യമാണ് പറഞ്ഞത്. 1, വഴുകി കിട്ടുന്ന പ്രാർത്ഥന. ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുക.
അതേസമയം നമ്മൾ പ്രാർത്ഥിച്ച കയ്യോടെ തന്നെ ലഭിക്കുന്ന പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളെ ആ സംശയം മാറാൻ വേണ്ടിയിട്ടാണ്. അത് പുതിയ നിയമത്തിൽ മാത്രമാണോ അങ്ങനെയുള്ളൂ? അങ്ങനെയല്ല. ദൈവം കേൾക്കുന്നു, അതിന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കള്ളൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയതായിട്ട് കാണുന്നു. നമ്മൾ ഇവിടെ പ്രവർത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോൾ സഭയുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് പ്രതിഫലം ലഭിച്ചതായിട്ട് പറയുന്നു. ഹിസ്കിയ രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ പറയുന്നതായ വിടുതൽ ലഭിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ 3 വിഷയവും മുമ്പ് പറഞ്ഞ 2 വിഷയവും ഇനി തുടർന്ന് വരാൻ പോകുന്ന എത്രയുണ്ടോ അത് ആ ആഴ്ചയിൽ തന്നെ തീർക്കും. സമയം കൂടുതലെടുത്ത് വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരുടെയെങ്കിലും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല, കേൾക്കാത്തത് എന്തുകൊണ്ടെന്നായിരിക്കും, കേൾക്കാത്ത ആളുകളെ കുറിച്ചുമായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഭയിലായിരിക്കുന്ന അംഗങ്ങളുടെ സഭയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് തന്നെയാണ് ബൈബിൾ പ്രസ്താവിച്ചിട്ടുള്ളത്. നമ്മളുടെ ഏതെങ്കിലും പ്രാർത്ഥിച്ച് വഴി പോയിട്ടുണ്ടെങ്കിൽ പിറുപിറുക്കണ്ട, ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മൾ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിരാശപ്പെടേണ്ട, പിറുപിറുക്കണ്ട. തക്ക സമയത്ത് തന്നെ ദൈവം അത് സമയമാകുമ്പോൾ തരും എന്ന് പ്രതീക്ഷിക്കുക. ആ കാര്യങ്ങൾ അനുഭവം കൊണ്ടും, ഇപ്പം പഴയുടെ കാര്യം പറഞ്ഞാൽ ഒരു വിഷയം മാത്രമല്ല, അനുഭവം കൊണ്ട് അങ്ങനെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനകൾ ദൈവം വഴിക്കുന്നുവെങ്കിൽ വേഗത്തിലാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്